നമസ്കാരം, എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സുരേഷ്. ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഇത് നിങ്ങളെല്ലാവരും കാണുന്ന ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ്. ഇത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നാളെ നിങ്ങൾ വോട്ടിന് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു ഓഡിയോ കേൾക്കുകയുണ്ടായി. അതിൽ വോട്ട് ചെയ്യാൻ പോകുന്ന ഒരാളുടെ ഉത്കണ്ഠയെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആണ് ഞാനിപ്പോൾ ഇവിടെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. EVM കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഈ ടോപ്പിക്കിൽ പറയാനുള്ള ഒരു ക്രെഡിബിലിറ്റി വെച്ച് പറയുകയാണ്. ഞാൻ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. എനിക്ക് 24 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാനൊരു സീനിയർ ടെക്നിക്കൽ ആർക്കിടെക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രൊഡക്റ്റിൻ്റെ ആർക്കിടെക്ചർ, അതിൽ ഉള്ള സെക്യൂരിറ്റി ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ ഉള്ള ആളാണ്. ഞങ്ങൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇൻസെപ്ഷൻ തൊട്ട് അത് മാർക്കറ്റിലെത്തുന്ന വരെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഡിസൈന്, കോഡിങ്, അതിൻ്റെ ടെസ്റ്റിങ്, എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യുന്നതാണ്. അതുകൂടാതെ ഞാൻ IP സെക്യൂരിറ്റിയിൽ ഒരു 5 വർഷത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി ഫീച്ചേഴ്സിനെ കുറിച്ചും കുറച്ചൊക്കെ ഐഡിയ ഉള്ള ആളാണ്. ശരി, ഇപ്പോൾ നമുക്ക് നമ്മുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലേക്ക് എൻ്റെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ അതിനു മുമ്പ് മറ്റൊരു കാര്യം കൂടെ പറയാൻ ഞാൻ ആലോചിക്കുകയാണ്. ഞാൻ വിദേശ യാത്രകളൊക്കെ നടത്തിയിട്ടുണ്ടായി. അപ്പോൾ ഞാൻ UN സെക്യൂരിറ്റി കൗൺസിലിൽ വർക്ക് ചെയ്യുന്ന, അതായത് UN വർക്ക് ചെയ്യുന്ന കുറച്ച് പേരുമായിട്ട് സംസാരിക്കാൻ ഇടയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് അവർ തന്നെ പറഞ്ഞൊരു കാര്യം നമ്മുടെ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചാണ്. TN ശേഷൻ ഇലക്ഷൻ കമ്മീഷണറായി വന്നതിന് ശേഷം ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് വളരെ നല്ല മതിപ്പാണ് പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ ഉള്ളത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ചും ഉള്ള അഭിപ്രായം. ഇപ്പോൾ ഇനി നമുക്ക് EVM കുറിച്ച് സംസാരിക്കാം. EVM 3 പാർട്ടാണുള്ളത്. ഒന്ന് VVPAT, പിന്നെ നമുക്ക് ബാലറ്റ് യൂണിറ്റ്, അത് കഴിഞ്ഞാൽ കൺട്രോൾ യൂണിറ്റ്. ഈ 3 യൂണിറ്റുകളാണ് നമ്മുടെ EVM ഇതിൽ VVPAT ലേറ്ററായിട്ട് സുപ്രീം കോർട്ട് ആഡ് ചെയ്യിച്ച ഒരു പാർട്ടാണ്. അപ്പോൾ VVPAT എന്താണെന്ന് നോക്കാം. നമ്മൾ വോട്ട് കാസ്റ്റ് ചെയ്യുമ്പോൾ ആ വോട്ട് ഏതിനാണോ കാസ്റ്റ് ചെയ്തത് അതിനനുസരിച്ച് ഒരു പേപ്പർ പ്രിൻ്റ് ചെയ്തിട്ട് VVPAT മെഷീനുള്ളിലേക്ക് വീഴും. അതിൽ സീരിയൽ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് പിന്നീട് വെരിഫൈ ചെയ്യണമെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ വോട്ട് എണ്ണുമ്പോൾ എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസി ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ VVPAT എടുത്തിട്ട് അവിടുന്ന് കൗണ്ട് ചെയ്യണം. ഇത് 2 കൗണ്ട് ചെയ്താൽ ഇത് മാച്ചായേ പറ്റുകയുള്ളൂ. അപ്പോൾ അതിനുള്ള വെരിഫയബിൾ ആയിട്ടുള്ള ഒരു യൂണിറ്റാണ് VVPAT. അത് വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്നാണ് VVPATൻ്റെ എക്സ്പാൻഷൻ. ഇനി നമുക്ക് ബാലറ്റ് യൂണിറ്റിലേക്ക് വരാം. ബാലറ്റ് യൂണിറ്റിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ബാലറ്റ് പേപ്പർ അവിടെ കാണാൻ പറ്റും. അതിൽ ആളുടെ പേരുണ്ടാവും, സീരിയൽ നമ്പർ ഉണ്ടാകും, പിന്നെ സിമ്പൽ ഉണ്ടാകും, അതിനുശേഷം ഒരു ബട്ടൺ ഉണ്ടാകും, പിന്നെ ഒരു ലൈറ്റ് ഉണ്ടാകും, പിന്നെ ഒരു ബട്ടൺ ഉണ്ടാകും. ഈ ബട്ടണിലാണ് നമ്മൾ വോട്ട് കാസ്റ്റ് ചെയ്യാനായിട്ട് പ്രസ് ചെയ്യേണ്ടത്. നമ്മളിത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഒരു ബീപ്പ് സൗണ്ട് കേൾക്കും. അതോടൊപ്പം തന്നെ VVPAT മെഷീനിൽ നമ്മൾ ആർക്ക് വോട്ട് ചെയ്തോ അങ്ങനെ ഒരു ബാലറ്റ് പ്രിൻ്റ് ചെയ്ത് 7 സെക്കൻഡ് നമുക്ക് കാണാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് അത് VVPAT മെഷീനുള്ളിലേക്ക് വീഴുന്നതായിരിക്കും. അപ്പോൾ ബാലറ്റ് യൂണിറ്റിനെ കുറിച്ചും ആളുകൾക്ക് ഡൗട്ടില്ല, അതിനെക്കുറിച്ചും ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കൺട്രോൾ യൂണിറ്റ്. ഇതിനെക്കുറിച്ചാണ് പല ആളുകൾക്കും ഡൗട്ട്. എന്തിനാണ് ഒരു കൺട്രോൾ യൂണിറ്റ്? അതിലൂടെ അവിടെ ഇരിക്കുന്ന പ്രിസൈഡിങ് ഓഫീസർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളതാണ്. അത് തികച്ചും ആളുകൾക്കുള്ള ഒരു കൺഫ്യൂഷനോ അല്ലെങ്കിൽ ഒരു ഡൗട്ട് മാത്രമാണ്. ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഇതിനെപ്പറ്റി ഒരുപാട് വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. എന്നിരുന്നാലും ഞാനത് പറയാൻ ശ്രമിക്കുകയാണ്. ഇപ്പം നമ്മൾ വോട്ട് കാസ്റ്റ് ചെയ്യാൻ വരുമ്പോഴത്തേക്കും നമ്മൾ പോളിംഗ് ബൂത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് വെരിഫിക്കേഷൻ നടത്തുന്നുണ്ട് അല്ലേ. നമ്മുടെ വോട്ടർ ID കാർഡ്, വേറെന്തെങ്കിലും ID കാർഡ് ഉണ്ടെങ്കിൽ അത് ഒക്കെ വെച്ചിട്ട് നമ്മളെ വെരിഫൈ ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ മഷിയൊക്കെ പുരട്ടിയിട്ട് പ്രിസൈഡിങ് ഓഫീസറുടെ അടുത്തേക്ക് വിടും. അപ്പോൾ നമ്മളവിടെ ഒപ്പിട്ട് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഓഫീസർ ഒരു ബട്ടൺ അമക്കും, കൺട്രോൾ യൂണിറ്റ്. അത് ബാലറ്റ് എന്ന് പറയുന്ന ബട്ടണാണ്. ഇത് അമക്കി കഴിഞ്ഞാൽ നമ്മുടെ വോട്ടിംഗ് മെഷീൻ എനേബിൾ ആകും.
അത് അല്ലെങ്കിൽ ഒരു പ്രാവശ്യം വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും ഏതെങ്കിലും ബട്ടണിൽ അമക്കിയാലൊന്നും വോട്ട് കാസ്റ്റ് ആകില്ല. ഈ പ്രിസൈഡിങ് ഓഫീസർ ഈ ബാലറ്റ് ബട്ടണിൽ അമക്കിയാൽ മാത്രമേ നമുക്ക് വോട്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അമക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് അവിടെ പോയിട്ട് വോട്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ കൺട്രോൾ യൂണിറ്റ് അവിടെ ഉള്ളത്. അല്ലാതെ അതിൽ വേറൊന്നും അവിടെ ഇരിക്കുന്ന ഓഫീസർക്ക് ചെയ്യാൻ പറ്റില്ല. അതിലൂടെ വോട്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ബാലറ്റ് യൂണിറ്റിലുള്ള ബട്ടൺ അമക്കിയാൽ മാത്രമേ വോട്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നത്. കൺട്രോൾ യൂണിറ്റിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എൻ്റയർ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ വോട്ട് എണ്ണുന്നത്, അതേപോലെ വോട്ട് കാസ്റ്റ് ചെയ്യാൻ അനുവദിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ് കൊണ്ടാണ്. പിന്നെ വേറൊരു കാര്യം എന്താണ് നമ്മൾ ഓരോ പോളിംഗ് ബൂത്തിലും ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വോട്ടിംഗ് മെഷീൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ 50 മോക്ക് വോട്ടുകൾ ചെയ്യും. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ആ മെഷീൻ എടുത്തതിന് ശേഷം മെഷീൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താനായിട്ട് 50 വോട്ടുകൾ കാസ്റ്റ് ചെയ്യും. എന്നിട്ട് ആ വോട്ടുകൾ കൺട്രോൾ യൂണിറ്റിൽ നിന്ന് കൗണ്ട് ചെയ്യും. കൺട്രോൾ യൂണിറ്റിൽ നിന്ന് നമുക്ക് കൗണ്ട് ചെയ്യാം. അതല്ല, പിന്നെ നമുക്കുള്ളത് കൗണ്ട് ചെയ്യാനുള്ളത് VVPAT-ആണ്. ആ VVPAT എടുത്ത് കൗണ്ട് ചെയ്യും. അപ്പോൾ ഈ നമ്പർ രണ്ടും 50 ആയിരിക്കണം. അതുമാത്രമല്ല, കാസ്റ്റ് ചെയ്തിരിക്കുന്ന വോട്ടുകൾ അതും മാച്ചാകണം. റൈറ്റ്. അപ്പോൾ ഈ പല പല പാർട്ടികളുണ്ട്. ഈ പാർട്ടികൾക്ക് വന്ന വോട്ടും VVPAT-ൽ പ്രിൻ്റ് ചെയ്ത് വന്നതും കൂടെ കറക്റ്റായിരിക്കണം. അതിൽ സീരിയൽ നമ്പർ ഉണ്ടെങ്കിൽ ആ സീരിയൽ നമ്പറും കറക്റ്റായിരിക്കണം. ഇങ്ങനെയുള്ള കാര്യം വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളെ വോട്ട് ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും എന്ന് വിശ്വസിക്കുകയാണ്. ഇനി അടുത്ത പോയിൻ്റ് പലർക്കും ഉള്ളത്, ഈ വോട്ടിംഗ് മെഷീനൊക്കെ നമുക്ക് ഹാക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഇത് ഒരു സ്റ്റാൻഡ് അലോൺ മെഷീനാണ്. നമ്മുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സ്റ്റാൻഡ് അലോൺ മെഷീനാണ്. ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഒരു PC ഉണ്ടെന്ന് വിചാരിക്കുക, സാധാരണ PC ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അത് നമ്മൾ വീട്ടിൽ വെറുതെ കൊണ്ടുവച്ച് ഓൺ ചെയ്തെന്ന് വിചാരിച്ചിട്ട് അത് ആർക്കും ഹാക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് നമുക്ക് വൈഫൈ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് അല്ലെങ്കിൽ ലാൻ കേബിൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻ്റർഫേസ് ഉണ്ടെങ്കിൽ മാത്രമേ പുറത്തുനിന്ന് ഒരാൾക്ക് അതിനെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ ഇൻ്റർഫേസൊക്കെ ഡിസേബിൾ ആയിട്ടുള്ള ഒരു മെഷീനെ ആർക്കും ഹാക്ക് ചെയ്യാൻ പറ്റില്ല. സ്റ്റാൻഡ് അലോൺ ആയിട്ടിരിക്കുന്ന ഒരു മെഷീനിലേക്ക് ആർക്കും കണക്ട് ചെയ്യാൻ പറ്റില്ല. വേറെ എന്തെങ്കിലും മാർഗ്ഗത്തിലൂടെ അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല, എന്നല്ലേ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു സ്റ്റാൻഡ് അലോൺ മെഷീനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വേറെ നെറ്റ്വർക്കുമായിട്ടൊന്നും കണക്ട് ചെയ്യാത്തതുകൊണ്ടും ഇതിൽ വൈഫൈയോ ബ്ലൂടൂത്തോ ഒന്നും എനേബിൾ അല്ലാത്തതുകൊണ്ടും ഇതിനെ ഹാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇലക്ഷൻ കമ്മീഷന് എല്ലാ പാർട്ടികളെയും വിളിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഹാക്ക് ചെയ്യാൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് എല്ലാ പാർട്ടികളോടും വരാൻ പറയുകയുണ്ടായി. അത് ഒരു പാർട്ടി മാത്രമേ പോയുള്ളൂ, അത് AAP ആയിരുന്നു. മറ്റുള്ള പാർട്ടികൾക്കൊക്കെ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ച് വളരെ നല്ല അറിവുണ്ടായതുകൊണ്ട് അവർ പറഞ്ഞു ഞങ്ങൾക്കൊന്നും ഡൗട്ടില്ല എന്ന് പറഞ്ഞു. AAP ഈ പാർട്ടിയിലെ ആളുകൾ വന്നു, അവർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവർ പറഞ്ഞു ഈ മെഷീൻ ഞങ്ങൾക്ക് തന്നു വിടുകയാണെങ്കിൽ ഞങ്ങൾ അതിലെന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു അത് നടക്കില്ല, അല്ലാതെ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഹാക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്ത് കാണിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും നടപടികൾ എടുക്കണമെങ്കിൽ എടുക്കാമെന്ന് പറയുകയുണ്ടായി. അപ്പം ഇത്രയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും ധൈര്യമായിട്ട് പോയിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ വോട്ട് ചെയ്യാം. അതിൽ ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ ഓർത്ത് നോക്കും, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ബുദ്ധിശാലികളായിട്ടുള്ള വ്യക്തികളുള്ള സ്ഥലമാണ് നമ്മുടെ IIT എന്നൊക്കെ വരുന്ന കമ്പ്യൂട്ടർ എൻജിനീയേഴ്സ് എല്ലാം. എന്താ പറയുക, ഇപ്പോൾ വേൾഡിലുള്ള പല കമ്പനികളുടെയും ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ പോലും നിൽക്കുന്ന അവരാണ്. അവർക്കൊന്നും കഴിയാത്ത കാര്യമാണ് ഇത്. അവർക്കൊക്കെ കോൺഫിഡൻസ് ഉള്ള ഒരു സംഭവമാണ് നമ്മുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഭയപ്പെടേണ്ടതായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രോട്ടോക്കോളുകൾ, അതായത് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രോട്ടോക്കോളുകൾ ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സെക്യൂർ ലെയറാണ് നമ്മുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലുള്ളത്. ഇത് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇത് എക്സ്റ്റേണൽ വേൾഡുമായിട്ടൊന്നും കണക്ട് ചെയ്യാത്തതുകൊണ്ടും അതിനെ വേറൊരു മെഷീനോ മറ്റെന്തോ കണക്ട് ചെയ്യാതെ ആ സെക്യൂരിറ്റിയെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ സേഫായിട്ട് തന്നെ നമുക്ക് പോയിട്ട് വോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.